Green's theorem. We are going to discuss some problems from the area Green's theorem. So before that, we will look into a small result. We know that if f of xy is given as p of xyi plus q of xyj, then f dot dr will be equal to p of xy dx plus q of xy dy. Okay, then you know that curl f is equal to del cross f. Curl f എന്താണ് del cross f ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എഫ് എന്താണ്? പി ഓഫ് എക്സ് വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ആണ്. സോ കേൾ എഫ് ഡെൽ ക്രോസ് എഫ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഐ കോമ്പോണൻറ്റും ജെ കോമ്പോണൻറ്റും ക്യാൻസലായി പോകും. ബാക്കി ഉണ്ടാവുക കേത്ത് കോമ്പോണൻറ്റ് മാത്രമാണ്. സോ കേൾ എഫ് വിൽ ബി ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ dot k. And Green's theorem വെച്ചിട്ട് നമുക്ക് പറയാം ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആണ്. എഫ് ഡോട്ട് ഡി ആർ എന്താണെന്ന് നമുക്കറിയാം. പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. ഇനി ഗ്രീൻസ് തിയറം അങ്ങനെയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡി ആർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. ഇനി ഗ്രീൻസ് തിയറം വെച്ചിട്ട് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്തായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ നമുക്ക് കിട്ടി കേൾ ഓഫ് ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. അപ്പോൾ ആ കിട്ടിയ റിസൾട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് കെ ഡി എ എന്ന് കിട്ടും. അതാണ് നമുക്ക് പറയാനുള്ള റിസൾട്ട്. ഇനി നമ്മൾ ഗ്രീൻസ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. പ്രോബ്ലം നോക്കാം. വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ ദ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ വേർ സി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? സി ഇസ് ദ കർവ് എൻക്ലോസിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പാരബോള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ദ ലൈൻ y ഈക്വൽ ടു എക്സ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ കാണാനുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. റീജിയൻ സി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് സ്ക്വയറും ലൈൻ y ഈക്വൽ ടു എക്സും അത് ബൗണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ റീജിയൻ എന്നും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യണം. ഗ്രീൻസ് തിയറം എന്താണെന്ന് നമുക്കറിയാം. ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആകുമ്പോൾ വി വെരിഫൈ ദ ഗ്രീൻസ് തിയറം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള റീജിയൻ ഒന്ന് വരഞ്ഞ് നോക്കാം. റീജിയൻ എന്തായിരുന്നു? y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദിസ് പാരബോളയാണ്. ആൻഡ് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും ബൗണ്ട് ചെയ്യുന്ന ആ റീജിയൻ, ഈ ഉള്ളിലുള്ള റീജിയനാണ് നമ്മൾ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നത്. ഇനി ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയറിനെ നമ്മൾ C1 എന്ന കർവും y ഈക്വൽ ടു എക്സിന് C2 എന്ന കർവും എടുത്തിട്ടുണ്ടെങ്കിൽ ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ C എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? C1 യൂണിയൻ C2 ആയിരിക്കും. ഇനി ഫസ്റ്റ് നമ്മൾ ഗ്രീൻസ് തിയറത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു? ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ രണ്ട് കർവിൻ്റെയും പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ C1ൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. C1 ആയിട്ട് നമ്മൾ എന്തെടുത്തത്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ, നമ്മൾ പാരബോളയാണ് എടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ x ഈക്വൽ ടു ടി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു എന്ത് കിട്ടും? y ഈക്വൽ ടു ടി സ്ക്വയർ. എക്സ് ഈക്വൽ ടു ടി ആകുമ്പോൾ ഡി എക്സ് എന്താവും? ഡി ടി ആണ്. y ഈക്വൽ ടു ടി സ്ക്വയർ ആകുമ്പോൾ ഡി വൈ എന്താവും? 2t dt എന്നും കിട്ടും. ഇനി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ ടി എവിടെ മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നതെന്ന് നോക്കണം. ഇവിടെ എവിടെ മുതൽ എവിടം വരെയാണ് ടി വേരി ചെയ്യുന്നത്? ടി വേരീസ് ഫ്രം 0 to 1 ആണ്. സോ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് C1 എന്താണ്? എക്സ് ഈക്വൽ ടു ടി, y ഈക്വൽ ടു ടി സ്ക്വയർ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.
അടുത്തതായിട്ട് നമ്മൾ C2ൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നോക്കുകയാണ്. C2 ആയിട്ട് എടുത്ത കേർവ് എന്തായിരുന്നു? y=x എന്നുള്ള ലൈനായിരുന്നു നമ്മൾ C2 എന്ന കേർവായിട്ട് എടുത്തത്. അപ്പോൾ അവിടെ x=t എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? y=t എന്ന് കിട്ടും. ആൻഡ് അവിടെ t എവിടെ മുതൽ എവിടെ വരെയാണ് വാരി ചെയ്യുന്നത്? t വാരീസ് ഫ്രം 1 to 0 ആണ്. ഇതാണ് C2 എവിടെ മുതൽ എവിടെ വരെയാണ്? ഇവിടുന്ന് ഇവിടം വരെ C1 ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ C1 ഇവിടെ മുതൽ ഇവിടം വരെയാണ്. അതുകൊണ്ട് C1 എന്താണ്? 0 to 1 ആണ് t വേരി ചെയ്യുന്നത്. C2 എവിടെ മുതലാണ്? ഇവിടെ മുതൽ ഇവിടെ വരെ. ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ C2 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയാണ്. സോ അതിൽ t വാരീസ് ഫ്രം 1 to 0 ആയിരിക്കും. So C2ൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ x=t, y=t and t varies from 1 to 0. So x=t ആകുമ്പോൾ dx എന്താവും? dx=dt, y=t ആകുമ്പോൾ dy=dt and t varies from 1 to 0. 1 less than or equal to t less than or equal to 0. അപ്പോൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ c p dx plus q dy. അപ്പോൾ അവിടെ നമുക്ക് തന്നുള്ള ക്വസ്റ്റ്യനിൽ p of xy എന്തായിരുന്നു? xy ആയിരുന്നു. ആൻഡ് q of xy എന്തായിരുന്നു? x² ആയിരുന്നു. അപ്പോൾ നമ്മൾ ലൈൻ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓവർ c p dx plus q dy എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. ലൈൻ ഇൻ്റഗ്രൽ ഓവർ c p of xy എന്താണ്? xy dx പ്ലസ് q of xy എന്താണ്? x². സോ x² dy എന്ന് കിട്ടും. ഇനി ഇതെന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓവർ c ആണ്. c എന്തായിരുന്നു? c C1 യൂണിയൻ C2 ആണ്. സോ ലൈൻ ഇൻ്റഗ്രൽ ഓവർ cനെ നമുക്ക് എങ്ങനെ എഴുതാം? ലൈൻ ഇൻ്റഗ്രൽ ഓവർ cനെ ലൈൻ ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് എഴുതാം. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈൻ ഇൻ്റഗ്രൽ ഓവർ C1 xy dx പ്ലസ് x² dy പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ C2 xy dx പ്ലസ് x² dy എന്നെടുത്തു. ഇനി നമ്മൾ കേർവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തത് ഇവിടെ എന്താണ്? ഓവർ C1. ഈ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓവർ C1 ആണ്. C1ൽ നമ്മൾ t എവിടെ മുതൽ എവിടെ വരെയെന്ന് വേരി ചെയ്തിരുന്നത്? 0 to 1 ആണ്. സോ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to 1 ആവും. അവിടെ എന്തായിരുന്നു? x=t, y=t² ആയിരുന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x=t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y=t². dx എന്തായിരുന്നു? dx dt ആയിരുന്നു. പ്ലസ് നെക്സ്റ്റ് എന്താണ്? x². x=t ആണ്. സോ x² വിൽ ബി ഈക്വൽ ടു t². നെക്സ്റ്റ് എന്താണ്? dy എന്തായിരുന്നു? 2t dt ആയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഈ ഇൻ്റഗ്രൽ എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓവർ C2 ആണ്. അപ്പോൾ C2ൽ t എവിടെ മുതൽ എവിടെ വരെയെന്ന് വേരി ചെയ്തിരുന്നത്? ഫ്രം 1 to 0. സോ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്താവും? 1 to 0 ആവും. അവിടെ x എന്തായിട്ട് എടുത്തിരുന്നത്? x=t, y= എന്തായിരുന്നു? t. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t × t dx എന്താവും? dt ആവും. പ്ലസ് x² എന്താവും? t² dt. ഇനി ഇത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 t² × t³ dt പ്ലസ് 2t³ dt മൈനസ് ഇൻ്റഗ്രൽ. ഓക്കെ, ഇവിടെ എന്താണ്? ഇൻ്റഗ്രൽ 1 to 0 ആണ്. അപ്പോൾ ആ ഇൻ്റഗ്രലിനെ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. ഇൻ്റഗ്രലിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ അവിടെ എന്താവും? പ്ലസ് മാറി മൈനസ് ആവും. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ 0 to 1 ബാക്കി അത് സിംപ്ലിഫൈ ചെയ്തു. t² dt പ്ലസ് ഇപ്പുറത്തും എന്താണ്? t² dt. ഫസ്റ്റത്തെ ഇൻ്റഗ്രലിൽ നോക്കൂ, t³ dt പ്ലസ് 2t³ dt. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 2 + 1 3t³ dt. ഇൻ്റഗ്രൽ 0 to 1 3t³ dt മൈനസ് ഇവിടെ എന്താവും? ഇൻ്റഗ്രൽ 0 to 1 2t² dt എന്ന് കിട്ടും. ഇനി എന്താണ്? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്. t³ എന്താണ്? t⁴/4 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 1 മൈനസ് 2 × t²ൻ്റെത് എന്താണ്? t³ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാല്യൂ 1/12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ഓവർ c p dx plus q dy എന്താണെന്ന് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് ഗ്രീൻസ് തിയറത്തിൽ? ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് അതെന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗ്രീൻസ് തിയറത്തിൽ എന്തായിരുന്നു? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r ∂q/∂x മൈനസ് ∂p/∂y dA ആണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് വൈ എന്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ എക്സ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഡോ പി ബൈ ഡോ വൈ വേണം. ഡോ പി ബൈ ഡോ വൈ എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, എക്സ് കിട്ടും. വൈ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, അപ്പോൾ എക്സ് എന്ന് കിട്ടും. ക്യൂ ഓഫ് എക്സ് വൈ എന്താണ് എക്സ് സ്ക്വയർ ആണ്. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താണ് 2x എന്ന് കിട്ടും. ഇനി ഡബിൾ ഇൻ്റഗ്രൽ ആണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ആണ്. ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും കിട്ടി. ഇനി അടുത്തതായിട്ട് എന്ത് കിട്ടണം, ഡബിൾ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഈ പാരബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പാരബോളയും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനും ബൗണ്ട് ചെയ്യുന്ന ഈ ഉള്ളിലെ റീജിയനാണ് നമ്മൾ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഡബിൾ ഇൻ്റഗ്രൽ കാണുമ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്, വെർട്ടിക്കലായിട്ട് ഒരു ലൈന് വരയ്ക്കും ഇൻ ദി ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് y. അപ്പോൾ ആ y ഈ റീജിയനിൽ എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്, എൻ്റർ ചെയ്യുന്നത് അറ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ആൻഡ് ലീവ് ചെയ്യുന്നത് എവിടെയാണ്, അറ്റ് y ഈക്വൽ ടു എക്സ് ആണ്. സോ വൈൻ്റെ ലിമിറ്റ് എന്താവും, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആവും. ഇനി എക്സിൻ്റെ ലിമിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ വെർട്ടിക്കൽ ലൈനെ നമ്മൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യണം. എവിടെ മുതൽ എവിടം വരെ മൂവ് ചെയ്യുമ്പോഴാണ് ഈ കംപ്ലീറ്റ് റീജിയൻ കവർ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ എക്സ് എവിടെ മുതൽ എവിടം വരെ മൂവ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് റീജിയൻ കവർ ചെയ്യുക, ഫ്രം 0 ടു ഈ പോയിന്റ് വരെ. ദിസ് പോയിന്റ് ഇസ് 1. സോ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 ടു 1 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താണ് കിട്ടിയത് നമുക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ആണ്. ആൻഡ് ഡോ പി ബൈ ഡോ വൈ, ഡോ പി ബൈ ഡോ വൈ നമുക്ക് എക്സ് എന്ന് കിട്ടും. സോ മൈനസ് എക്സ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ഡി എക്സ്. ഇനി ഇതെന്താണ്, ഇൻ്റഗ്രൽ 0 ടു 1 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് 2x മൈനസ് എക്സ്, സോ ദാറ്റ് ഈസ് എക്സ് ഡി വൈ ഡി എക്സ്. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 ടു 1 ഫസ്റ്റ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഇൻ്റഗ്രൽ ഡി വൈ എന്ന് വരും. ഇൻ്റഗ്രൽ ഡി വൈ എന്താണ്, വൈ ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ലിമിറ്റ് എക്സ് സ്ക്വയർ ടു എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അടുത്തത് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിൻ്റെ എന്താണ് എക്സ് ക്യൂബ് ബൈ 3, എക്സ് ക്യൂബിൻ്റെ എന്താണ് മൈനസ് എക്സ് ക്യൂബിൻ്റെത് എക്സ് റേസ് ടു 4/4. ലിമിറ്റ് എന്താണ് 0 ടു 1. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/3 മൈനസ് 1/4 ഈക്വൽ ടു 1/12 എന്ന് കിട്ടി. സോ നേരത്തെ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്തായിരുന്നു കിട്ടിയിരുന്നത്, ദാറ്റ് വാസ് ഓൾസോ ഈക്വൽ ടു 1/2 ആയിരുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈയും ഈക്വൽ ടു 1/12 ആണ് കിട്ടി. ദർഫോർ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഗ്രീൻസ് തിയറം എന്താണ് ഇവിടെ വെരിഫൈഡ് ആണ്. അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എന്താണ്, ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് -16y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഐ പ്ലസ് 4e റേസ് ടു y പ്ലസ് 3x സ്ക്വയർ ജെ ആക്ടിങ് അലോങ് ദ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഫിഗറിൽ നമുക്ക് കർവ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ആൻഡ് ഫോഴ്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കേർവ് സിമ്പിൾ ക്ലോസ്ഡ് കേർവ് തന്നിട്ടുണ്ട്. അവിടെ 3 കേർവുകളുണ്ട്, C1 C2 C3. സോ കേർവ് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, C1 യൂണിയൻ C2 യൂണിയൻ C3 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഈ റീജിയൻ ഏതാണ്, റീജിയൻ എന്നാണ് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിൾ ആൻഡ് y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ലൈനും കൂടി, ഇത് മൂന്നും കൂടി ബൗണ്ട് ചെയ്യുന്ന ഇതാണ് നമ്മളെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എഫ് ആണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എഫ് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. ദാറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, -16y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 4e റേസ് ടു y 3x സ്ക്വയർ ഡി വൈ. ഇതാണ് നമ്മൾ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. ഇനി വി ഹാവ് ടു ഇവാലുവേറ്റ് ദിസ് ലൈൻ ഇൻ്റഗ്രൽ. ഈ ലൈൻ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സി എന്താണെന്ന് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷനും തന്നിട്ടുണ്ട്. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് പി, ഇവിടെ പി ഈക്വൽ ടു -16y ബൈ സൈൻ എക്സ് സ്ക്വയർ ആണ്.
Q ഈക്വൽ ടു 4 e raised to y 3x plus 3x square ആണ്. സോ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യു ഡി വൈ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യു ഡി വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ക്രീംസ് തിയറം വെച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആണ്. സോ പിയും ക്യൂവും എന്താണെന്ന് അറിയാം. സോ വി വിൽ കാൽക്കുലേറ്റ് ഡോ പി ബൈ ഡോ വൈ ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താണ്? ഇവിടുന്ന് വൈൻ്റെ ടേം കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിട്ട് എക്സിൻ്റെ ടേമിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3x സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 6x. ഡോ പി ബൈ ഡോ വൈയിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും, വി വിൽ ഗെറ്റ് -16. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താണ്? 6x -16, ദാറ്റ് ഈസ് 6x plus 16 dA എന്ന് കിട്ടും. സോ വർക്ക് ഡൺ എന്താണ്? ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6x plus 16 dA ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഡബിൾ ഇൻ്റഗ്രൽ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേറ്റിൽ ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് വേണം? നമുക്ക് ലിമിറ്റ്സ് ഓഫ് റീജിയനിൽ ബൗണ്ട് ചെയ്യുന്ന ആ ലിമിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് എന്താണ്? പോളാർ കോർഡിനേറ്റ്സ് വെച്ച് ചെയ്യുന്നതാവും കുറച്ചും കൂടി സിമ്പിൾ. പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് റീജിയൻസ് പാത്തുകൾ ഏതൊക്കെയായിരുന്നു? x² + y² = 1. അപ്പോൾ ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? പോളാർ കോർഡിനേറ്റ്സിൽ x ഇസ് ഈക്വൽ ടു എന്താണ്? r cos തീറ്റ, y ഈക്വൽ ടു എന്താണ്? r sin തീറ്റ അല്ലേ? അപ്പോൾ ഇവിടുന്ന് എന്താണ്? x² + y² = 1 എന്ന് പറയുന്ന സർക്കിളിന് നമുക്ക് പോളാർ കോർഡിനേറ്റ്സിൽ r = 1 എഴുതാം. y = x വിൽ ബി ഈക്വൽ ടു എന്താവും? തീറ്റ = π/4. ഇവിടെ നോക്കൂ, ഇവിടെ y = x ആണ്. y = x ആകുമ്പോൾ ഇവിടെ തീറ്റ എന്താണ്? തീറ്റ ദിസ് തീറ്റ വിൽ ബി ഈക്വൽ ടു, ഇതാണ് തീറ്റ, ദിസ് തീറ്റ വിൽ ബി ഈക്വൽ ടു എന്താവും? π/4. ഇനി y = -x, y = -x ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3π/4. സോ തീറ്റ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? കേസിൽ നോക്കൂ, തീറ്റ എന്താണ്? y = x ആവുമ്പോൾ π/4, y = -x ആകുമ്പോൾ 3π/4. സോ തീറ്റ വാരീസ് ഫ്രം π/4 to 3π/4. പോളാർ കോർഡിനേറ്റ്സിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അവിടെ തീറ്റയും ആറും ആണ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റൻ്റെ ലിമിറ്റ് എന്താണെന്ന് കിട്ടി? π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3π/4. ഇനി എന്താണ്? ആറിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആറ് എന്താണ്? 0. ഇങ്ങനെ ഒരു ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 0 to ദിസ് x² + y² = 1. അപ്പോൾ x² + y² = 1 എന്ന് പറയുന്ന സർക്കിളിനെ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ എങ്ങനെ എഴുതാം? r = 1. സോ r വേരീസ് ഫ്രം 0 to 1. അപ്പോൾ നമുക്ക് ആറിൻ്റെയും തീറ്റയുടെയും ലിമിറ്റ് കിട്ടി. ഇനി ആ ഡബിൾ ഇൻ്റഗ്രലിൽ എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ആറിൻ്റെ ലിമിറ്റ് എന്താണ്? 0 to 1 ആൻഡ് തീറ്റയുടെ ലിമിറ്റ് π/4 to 3/5. സോ 3π/4. സോ ഇൻ്റഗ്രൽ π/4 to 3π/4 ഇൻ്റഗ്രൽ 0 to 1 6x plus 16. ഇവിടെ x എന്താവും? x = r cos തീറ്റയാണ് പോളാർ കോർഡിനേറ്റ്സിൽ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6r cos തീറ്റ plus 16 and dA will become r dr d theta. So this will be equal to π/4 to 3π/4. നമ്മൾ ഫസ്റ്റ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ. സോ ഇവിടെ നമ്മൾ ഈ ആറിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഇവിടെ ഒരു ആറുണ്ട്. സോ ദാറ്റ് വിൽ ബി, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എന്താവും? 6r² cos തീറ്റ പ്ലസ് 16r dr d തീറ്റ കിട്ടും. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6r² എന്താവും? r³ / 3 cos തീറ്റ, തീറ്റ ടേമാണ്. സോ ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് പ്ലസ് 16r എന്താവും? 16r² / 2. ലിമിറ്റ് എന്താണ്? 0 to 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ π/4 to 3π/4 2r³ cos തീറ്റ പ്ലസ് 8r². ലിമിറ്റ് എന്താണ്? 0 to 1 d തീറ്റ. സോ ഇൻ്റഗ്രൽ π/4 to 3π/4 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 cos തീറ്റ പ്ലസ് 8 d തീറ്റ കിട്ടും. ഇനി ഇതെന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ 2 cos തീറ്റ d തീറ്റ വിൽ ബി ഈക്വൽ ടു 2 sin തീറ്റ പ്ലസ് 8 d തീറ്റ. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8 തീറ്റ കിട്ടും. ലിമിറ്റ് എന്താണ്? π/4 to 3π/4. ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്താവും? 6π - 2π = 4π എന്ന് കിട്ടും.